ആർ ശങ്കറിനെ കാവി പുതപ്പിച്ച് മോദി. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയ ഹിന്ദു നേതാവെന്ന് ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് മോദി നടത്തിയ പ്രസംഗം വിവാദമാകുന്നു. വിവാദങ്ങൾക്കിടെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. അതിനിടെ KPCCയുടെ നേതൃത്വത്തിൽ സമാന്തര പ്രാർത്ഥനാ യോഗം തിരുവനന്തപുരത്ത് നടന്നു. വെള്ളാപ്പള്ളിയോട് അടുപ്പമുള്ള മന്ത്രിമാർ അടക്കമുള്ള ചില പ്രമുഖർ തലസ്ഥാനത്തുണ്ടായിട്ടും ചടങ്ങിൽ പങ്കെടുക്കാത്തതും ചർച്ചയായിട്ടുണ്ട്. പ്രതിമാനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിഷമമുണ്ടാക്കിയെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ശങ്കറിന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒന്നാമത് 100% ഒരു ഗാന്ധിയനായിരുന്ന ആർ ശങ്കർ ഒരു കാരണവശാലും RSSന്റെ പ്രവർത്തകനായി പോയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും വിഷമമുണ്ട്. ആർ ശങ്കറിനെ ഏറ്റെടുക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ KPCC കൊല്ലത്തും തിരുവനന്തപുരത്തും ശങ്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ സംഗമം നടത്തി. മോദി ചരിത്രത്തെയും ആർ ശങ്കറിന്റെ രാഷ്ട്രീയ പൈതൃകത്തെയും വളച്ചൊടിച്ചെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ആർ ശങ്കർ ശ്യാമപ്രസാദ മുഖർജി കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ വിവരങ്ങൾ അർത്ഥസത്യമാണെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. മോദിയുടെ പ്രസ്താവനയ്ക്ക് ചരിത്ര സാക്ഷ്യമില്ല. ചരിത്രപരമായ തെളിവുകൾ മോദി വ്യക്തമാക്കണമായിരുന്നു. ചരിത്ര വസ്തുതകൾ നോക്കിയാൽ മോദിയുടെ നിലപാടിന് തെളിവില്ലെന്നും മോഹൻ ശങ്കർ പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ആർ ശങ്കറിന്റെ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം നിന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നീട് ഒരു സമുദായം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. പിന്നെ കേരളത്തിൽ തിരുവിതാംകൂറിൽ ഒരിടത്ത് നിന്നാലും ആർ ശങ്കർ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കണ്ണൂർ പോയി നിന്ന് ജയിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ രാഷ്ട്രീയമായി ഓരോരുത്തരുടെയും അവരവരുടെ താല്പര്യങ്ങളനുസരിച്ച് വളച്ചൊടിക്കുന്നു. അത് ശ്രീ മോഡിയും അത് തന്നെയാണ് ചെയ്തത്. ശ്രീ മോഡി ചെയ്തത് ശ്രീ ആർ ശങ്കറിനെ BJP-കാരനാക്കാൻ വേണ്ടി, ആർ ശങ്കറിനെ സംഘപരിവാറിൻ്റെ ആളാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കില്ല എന്ന് പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട്. കേരള ജനത ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ആർ ശങ്കറിന് നല്ലതുപോലെ അറിയാവുന്ന ഒരു കേരള ജനത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവഗിരിയിലെത്തി ദേവദശകം രചനയുടെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തി. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ജനിച്ചയാളാണ് ഗുരുദേവനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വൈകുന്നേരം 4:45 വർക്കല പാപനാശത്തെ ഹെലിപ്പാഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP നേതാക്കളും ശിവഗിരി മഠം പ്രതിനിധികളും ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് 4:55 ശിവഗിരിയിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി പ്രണാമമർപ്പിച്ചു. ശാരദാ മഠത്തിന് സമീപം പ്രധാനമന്ത്രി എത്തിയപ്പോൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദ, ജനറൽ സെക്രട്ടറി ധർമ്മാനന്ദ എന്നിവരുൾപ്പെടുന്ന സന്യാസിമാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ശിവഗിരി സന്ദർശനത്തിന്റെ 90ാമത് വാർഷികം പ്രമാണിച്ച് ശാരദാ മഠത്തിന് സമീപം പ്രധാനമന്ത്രി ഇലഞ്ഞിമരത്തൈ നട്ടു. പിന്നീട് മലയാളത്തിലും ഇംഗ്ലീഷിലും ദൈവദശകം ആലേഖനം ചെയ്ത ദൈവദശക രചനാ ശതാബ്ദി സ്മാരക ഫലകം അനാവരണം ചെയ്തു. ശാരദാ മഠത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പസമയം സന്യാസിമാരോടൊപ്പം ഇരിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. ശ്രീശങ്കറിന്റെ അദ്വൈത സിദ്ധാന്തം ജീവിച്ച് പ്രാവർത്തികമാക്കിയ മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മോദി പരാമർശിച്ചു. इस पवित्र स्थान के आशीर्वाद पाने का, संतों के आशीर्वाद पाने का मुझे सौभाग्य मिला. यहाँ से मुझे इतने आशीर्वाद. തന്നെ കാണാനും പ്രസംഗം ശ്രവിക്കാനുമായി കാത്തുനിന്നവരെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അഭിവാദ്യം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി ശിവഗിരിയിൽ നിന്നും മടങ്ങിയത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങി. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. കൊല്ലത്തെ പരിപാടിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി പ്രധാനമന്ത്രി ദില്ലിയിലെത്തിയ ശേഷം നാളെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. വർക്കല ശിവഗിരിയിൽ നിന്നും 5:50 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിങ്ങിലെത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചീഫ് സെക്രട്ടറിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ശേഷം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായി 15 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച. കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആശങ്കയും തമിഴ്നാടുമായി ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളെയും വിശദമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു ആശങ്കയാണ്. പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് അദ്ദേഹത്തോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഒരു ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ പിടിച്ചത്.
റബ്ബറിന്റെ ഇറക്കുമതി തീരുവ നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നും വിലസ്ഥിരതാ ഫണ്ടിൽ നിന്നും സഹായം സംസ്ഥാനത്തിന് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ശബരിമല വികസനത്തിനായി 625 കോടിയുടെ പദ്ധതി റിപ്പോർട്ട് മോദിക്ക് കൈമാറി. ശബരി റെയിൽപാതയുടെ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തീരദേശ പരിപാലന നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും സംസ്ഥാനം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. കസ്തൂരിരംഗൻ അന്തിമ നോട്ടിഫിക്കേഷൻ, റെയിൽവേ ആവശ്യങ്ങൾ, എയിംസ്, ഭക്ഷ്യസുരക്ഷാ നിയമം, വിമാനങ്ങളുടെ അമിത നിരക്ക്, ഗെയിൽ എന്നീ വിഷയങ്ങളും സംഘം മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കൊല്ലത്തെ പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി നാളെ മോദി ദില്ലിയിലെത്തിയ ശേഷം അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇതിൻ്റെ പരിപാടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത്, ഏറ്റവും വിജയകരമായി പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഡൽഹി ചെന്നതിന് ശേഷം നാളെയാകാം. അരമണിക്കൂർ എയർഫോഴ്സ് ടെക്നിക്കൽ വിങ്ങിൽ ചെലവിട്ട പ്രധാനമന്ത്രി 6:25 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ദില്ലിയിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. സോളാർ കമ്മീഷന് ഹൈക്കോടതിയുടെ വിമർശനം. CD പിടിച്ചെടുക്കാനായി ബിജു രാധാകൃഷ്ണനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയ കമ്മീഷന്റെ നടപടി നിയമപരമല്ലെന്ന് കോടതി പറഞ്ഞു. സെഷൻസ് കോടതിയുടെ അനുമതിയില്ലാതെ പ്രതിയെ കൊണ്ടുപോയ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. മതിയായ സുരക്ഷയോടെയാണ് ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയതെന്ന് സോളാർ കമ്മീഷൻ. KSRTC ബസ്സിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ബിജുവിനെ കൊണ്ടുപോകുമ്പോഴില്ലാത്ത വേവലാതി ഇപ്പോൾ എന്തിനു പ്രകടിപ്പിക്കുന്നുവെന്നും കമ്മീഷൻ വിമർശിച്ചു. ബിജുവിനെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് സെഷൻസ് ജഡ്ജിയെ അറിയിച്ചിരുന്നുവെങ്കിൽ തെളിവെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമായിരുന്നുവെന്നും ഹൈക്കോടതി പരാമർശത്തിന് മറുപടിയായി കമ്മീഷൻ പറഞ്ഞു. അതേസമയം നാടകീയ സംഭവത്തെ തുടർന്ന് സരിതയുടെ മൊഴിയെടുപ്പ് നാളത്തേക്ക് മാറ്റി. കേന്ദ്രീയ വിദ്യാലയ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി എറണാകുളം മേഖലയുടെ കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക അവാർഡുകൾ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചറിയ P. ഐസക് വിതരണം ചെയ്തു. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ KVS ഡെപ്യൂട്ടി കമ്മീഷണർ S. ശെൽവരാജ്, പ്രിൻസിപ്പൽ ജോസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സന്നിധാനത്തെ ആരാധനാലയങ്ങളിലൊന്നാണ് മണിമണ്ഡപം. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ സ്വാമി അയ്യപ്പൻ ആദ്യം വിശ്രമിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്താണ് മണിമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയിൽ ഐതിഹ്യപ്പെരുമയോടെ വാഴുന്ന ആരാധനാലയങ്ങളിലൊന്നാണ് മണിമണ്ഡപം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തുള്ള മണിമണ്ഡപത്തിന്റെ സ്ഥാനത്താണ് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശബരിമലയിലെത്തിയപ്പോൾ അയ്യപ്പൻ ആദ്യമായി വിശ്രമിച്ചതെന്നാണ് ഐതിഹ്യം. മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അയ്യപ്പൻ വന്നിരുന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ നിന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠയാണ് അയ്യപ്പൻ ഇപ്പുറത്തെ സ്ഥാപനമായിട്ടുള്ളതെന്നാണ്. അപ്പം അതവിടെ സ്ഥലം ഭംഗിയായി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ആരാധിച്ചു പോരുന്നു. കെടാവിളക്കും തൃശൂലവുമാണ് മണിമണ്ഡപത്തിനകത്തെ പ്രതിഷ്ഠ. മണിമണ്ഡപത്തിന്റെ ചുവരുകളിൽ അയ്യപ്പ ചരിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഭക്തർ മണിമണ്ഡപത്തിനു ചുറ്റും ഭസ്മം വിതറിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്തു മടങ്ങുന്നു. മണിമണ്ഡപത്തിലാണ് മകരവിളക്ക് ദിനത്തിൽ ആരംഭിക്കുന്ന കളമെഴുത്തു നടക്കുക. മകരവിളക്കിന് സ്വാമി അയ്യപ്പനെ അണിയിച്ച ശേഷം തിരുവാഭരണപ്പെട്ടികൾ സൂക്ഷിക്കുന്നതും മണിമണ്ഡപത്തിലാണ്. ശബരിമലയുടെ ചരിത്രവും ഐതിഹ്യവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ മണിമണ്ഡപത്തിനുള്ളത്. അതിനാൽ അയ്യപ്പനെ കാണാനെത്തുന്ന ഓരോ തീർത്ഥാടകനും ഇവിടെയും എത്തുന്നു. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ. വാഹന ഡീലർമാരുടെ കൊള്ളയടിക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ മൂക്കുകയർ. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് തുക ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനമെമ്പാടും 71 വാഹന ഡീലർമാരുടെ ലൈസൻസ് റദ്ദാക്കി. വാഹന ഡീലർമാർ കൈകാര്യ ചെലവ് ഈടാക്കിയാൽ പരാതി നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വാഹന ഡീലർമാർ ഉപഭോക്താക്കളിൽ നിന്ന് കൈകാര്യ ചിലവിനത്തിൽ പ്രതിവർഷം 320 കോടി രൂപ ഈടാക്കിയിരുന്നതായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയത്. കേരളത്തിലാകെ 71 വാഹന ഡീലർമാരുടെ പേരിൽ നടപടി സ്വീകരിച്ചതായും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നിയമലംഘനം ചൂണ്ടിക്കാട്ടിയിട്ടും വീണ്ടും കൈകാര്യ ചിലവുകൾക്കായി പല ഡീലർമാരും പണപ്പിരിവ് നടത്തിവരികയായിരുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ടോമിൻ തച്ചങ്കരി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ പരിശോധന നടത്തിയത്. നടപടി സ്വീകരിച്ച വാഹന ഡീലർമാരുടെ വാഹനം വിൽക്കാനുള്ള ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യും. ഇവർക്കെതിരെ വഞ്ചനാകുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെടും. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഡീലർമാർ ഇത്തരം കൈകാര്യ ചിലവുകൾ ഈടാക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഔദ്യോഗിക ഫോൺ നമ്പറായ 8547639000 എന്ന നമ്പറിൽ വിളിച്ച് പരാതി പറയാവുന്നതാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് 2000 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 6000 മുതൽ 1.5 ലക്ഷം രൂപയും വരെയാണ് വാങ്ങിയിരുന്നത്. പ്രതിവർഷം 2.5 ലക്ഷം വാഹനങ്ങളാണ് കേരള നിരത്തിൽ ഇറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. ഓഫീസ് CBI സംഘം സീൽ ചെയ്തു. നരേന്ദ്രമോദി രാഷ്ട്രീയ ഭീരുത്വം കാട്ടുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലാണ് റെയ്ഡ് നടത്തിയതെന്നും സെക്രട്ടറിയുടെ വസതിയിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ വിദേശ കറൻസി കണ്ടെത്തിയെന്നും CBI വ്യക്തമാക്കി.